ഹലോ ഗൈസ്, വെൽക്കം ടു സയൻസ് ഫാം. ഇപ്പം നിങ്ങൾ കണ്ട സാധനമാണ് തെർമൈറ്റ് എന്ന് പറഞ്ഞ റിയാക്ഷൻ. തെർമൈറ്റ് ചെതൽ അതല്ല, ഇതിൻ്റെ പേര് തെർമൈറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ തെർമൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റീഡോക്സ് റിയാക്ഷനാണ്. റീഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി അല്ലേ. ഞാനത് സിമ്പിളായിട്ട് പറയാം. എൻ്റെ അന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അയൺ ഓക്സൈഡ്, അതായത് തുരുമ്പും അലൂമിനിയം പൊടിയും കൂടെ കൂട്ടിയിട്ട് കത്തിക്കുക. തുരുമ്പും അലൂമിനിയം കൂടെ കത്തിക്കുക നമ്മൾ. അപ്പോൾ ഇതിന് നടക്കുന്നത് റീഡോക്സ് എന്ന് പറഞ്ഞ റിയാക്ഷനാണ്. അതായത് ഈ ഇരുമ്പിനേക്കാളും റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഈ അലൂമിനിയം. അപ്പോൾ ഈ അലൂമിനിയം വന്നിട്ട് ഈ ഇരുമ്പ് ഓക്സൈഡ്, അതായത് അയൺ ഓക്സൈഡിൻ്റെ ഈ ഓക്സിജൻ പിടിച്ചു വാങ്ങും. ഓക്കെ, അപ്പോൾ Fe2O3 അവിടെ കൂടുതൽ കെമിസ്ട്രി വായിച്ചുള്ള കെമിസ്ട്രി വേണം. അപ്പോൾ ഈ അലൂമിനിയം കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ഈ ഇരുമ്പിൻ്റെ കയ്യിൽ നിന്ന് ഈ ഓക്സിജൻ പോയി പിടിച്ചു വാങ്ങും. അങ്ങനെ ഭയങ്കരമായിട്ട് ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഈ തെർമൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിവിടെ കണ്ടോ, ഇങ്ങനെ ഉരുകിയ ഇരുമ്പ് പോയി. അപ്പോൾ ഇങ്ങനെ ഉരുകിയ ഇരുമ്പ് ഇങ്ങനെ പീസായിട്ട് കിട്ടി, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് തെർമൈറ്റ് റിയാക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ഡേഞ്ചറസ് ഉള്ള റിയാക്ഷനാണ്. കാരണം ഇതിനകത്തുനിന്ന് ഒരുപാട് പുക വരും, ഒരുപാട് തീ വരും, അതുപോലെ തന്നെ ഉരുകിയ ഇരുമ്പും വരും, ലാവ പോലെ. അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ഒരുപാട് കൊത്തിക്കുന്നതനുസരിച്ച് അതിനനുസരിച്ച് ഭയങ്കര വയലൻ്റ് ആയിട്ട് കത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് തെർമൈറ്റ് റിയാക്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അയൺ ഓക്സൈഡ് കിട്ടാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇലക്ട്രോളിസിസ് ചെയ്തിട്ട് അയൺ ഓക്സൈഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റെഡ് ഓക്സൈഡ് മേടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ റെഡ് ഓക്സൈഡ് കോൺക്രീറ്റിനകത്ത് കളറിന് വേണ്ടി ചേർക്കുന്ന റെഡ് ഓക്സൈഡ് ആണ്. നമ്മുടെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന റെഡ് ഓക്സൈഡ് ആണിത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഈ ഇരുമ്പ് തുരുമ്പാക്കുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മെനക്കെട്ട പ്രോസസ്സായിരുന്നു കേട്ടോ. ഒരു 2 ദിവസം എടുത്ത് ഇത്രയും ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഇരുമ്പും കഷ്ണം കണ്ടില്ലേ, ഇതൊരു 7 mm കട്ടിയുള്ള ഇരുമ്പും കഷ്ണമായിരുന്നു. അത് ഇത്രയും ചെറുതായി ഫുള്ള് തുരുമ്പിച്ച് ഇങ്ങനെ ആയിക്കണ്ട, അതിൻ്റെ അവസ്ഥയാണിത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ഒക്കെ പരിസരത്തൂടെ കിടക്കുന്ന ഏതെങ്കിലും പഴയ തുരുമ്പിച്ച് കിടക്കുന്ന ഇരുമ്പിൻ്റെ പീസാകുന്ന തുരുമ്പ് ഇങ്ങനെ തട്ടിയെടുക്കുന്നതായിരിക്കും എളുപ്പമായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതൊരു 1.5 മണിക്കൂറോളം ഉപ്പുവെള്ളത്തിനകത്തിട്ട് ഇലക്ട്രോളിസിസ് ചെയ്തു. എന്നിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ട് ഒരു 2-3 തവണ വാഷ് ചെയ്തതിനകത്ത് ഉപ്പിൻ്റെ കണ്ടൻറ്റ് കുറച്ചു. അത് കഴിഞ്ഞിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞ് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അയൺ ഓക്സൈഡ് ആക്കി എടുത്തു. അത്രയും പണി പണിതിട്ടാണ് ഇത്രയും തുരുമ്പ് നമുക്ക് കിട്ടിയത്. ഇത് തൂക്കി നോക്കിയതിന് ആകെ 28 ഗ്രാം തുരുമ്പേ ഉള്ളൂ. അലുമിനിയം പൗഡർ ആക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒരു ഫയൽ വെച്ച് നമുക്ക് ഇങ്ങനെ അലുമിനിയം പൊടിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പെയിൻറ്റിനകത്ത് ചേർക്കുന്ന അലൂമിനിയം പൗഡറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ അലുമിനിയം പൗഡർ കിട്ടും. നമ്മൾ പെയിൻറ്റിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് ചേർക്കുന്ന അലുമിനിയം പൗഡറാണ്. ഞാനൊരു അലുമിനിയം ഫയൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫയൽ ചെയ്തെടുത്ത പൊടിയാണിത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 റേഷ്യോ ആണ്. അലുമിനിയം 1ഉം അയൺ ഓക്സൈഡ് 3ഉം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തോരം അലുമിനിയം ഇവിടെ നമുക്ക് ഉണ്ടെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 39 ഗ്രാം അലുമിനിയം ഉള്ളത്. നമുക്ക് റൗണ്ട് ചെയ്ത് 40 ഗ്രാം നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ബീക്കറിനകത്തോട്ട് ഞാൻ ഈ 40 ഗ്രാം അലുമിനിയം അങ്ങ് മാറ്റാൻ പോകണേ. അപ്പോൾ 40 ഗ്രാം അലുമിനിയം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ 3 ഇരട്ടി, അതായത് 120 ഗ്രാം അയൺ ഓക്സൈഡ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. 120 ഗ്രാംസ് ഓഫ് അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 120 ഗ്രാം അയൺ ഓക്സൈഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു തെർമൈറ്റ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോർമലി നമുക്കൊരു 3000 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും വരുന്ന അത്രയും ചൂടുള്ള തീ വേണം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഫൈനായിട്ടുള്ള അലുമിനിയം പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബ്ലോ ടോർച്ച് വെച്ചിട്ട് ഈസി ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മഗ്നീഷ്യൻ റിബണോ അല്ലെങ്കിൽ സ്പാർക്കിൾസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. മഗ്നീഷ്യൻ റിബൺ വെച്ചാണ് സാധാരണ തെർമൈറ്റ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത്രയും ഫൈനായിട്ടുള്ള അലുമിനിയം പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബ്ലോ ടോർച്ച് വെച്ച് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നേരെ അടിയിലോട്ട് പോകണം. സ്റ്റാർട്ടായി പോയാ നേരെ അടിഭാഗത്തോട്ടാണ് കേട്ടോ കത്തിപ്പോകുന്നത്. പൂത്തിരി കത്തിക്കുന്നുണ്ടല്ലേ. ഇത് പാത്രം നോക്കി, പാത്രത്തിൽ റെഡ് കളറായിട്ട് ഉരുകാൻ പോകാൻ തോന്നുന്നത് പാത്രം. ബ്രൈറ്റായിട്ടാ കേട്ടോ തീപ്പൊരി. പൂത്തിരി കത്തിക്കുന്നതല്ല തീപ്പൊരി വരുന്നത്. ചേടാ, അത് പൊടി ഫുള്ള് പുറത്തോടെ അടിപ്പ് പോകണല്ലോ. എന്തായിരിക്കും, കുറച്ചുകൂടെ വലിയൊരു പാത്രം വേണ്ടതായിരുന്നു തോന്നുന്നു. കഴിഞ്ഞോ? കൂടുതൽ കുറേ പൊടി പുറത്തേ അടിപ്പോയി കേട്ടോ. ചേട്ടാ, പരിപാടി തീർന്നെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തായാലും ഇനി. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന അയൺ ഓക്സൈഡ് ഫുള്ള് ഇപ്പോൾ ഉരുകി ഇങ്ങനെ മോൾട്ടൺ അയണായിട്ടിരിപ്പുണ്ട്. ഉരുകി കണ്ടല്ലേ. ഈ പാത്രം അങ്ങ് തുളഞ്ഞപ്പറേ വന്നില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഈ സൈഡെല്ലാം കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉരുകി. ഇവിടെ കുറച്ച് ഉരുകി, ഇവിടെ ഉരുകി, അടിഭാഗം ഉരുകി. ഇത് സ്റ്റീലാണ് കേട്ടോ, ഉരുകിയ ഇരുമ്പാണ്. ഇരുമ്പ് നന്നായിട്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അയൺ ഓക്സൈഡ് ഫുള്ള് നല്ല അയണായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബാറ്ററി കേസിനകത്താണ് കേട്ടോ ഇത്. ഉരുകിയില്ല. ഒരു ഗ്ലാസ്സേ വെച്ചൊന്ന് കത്തിച്ച് നോക്കാവേ. ഗ്ലാസ് എന്തായാലും പൊട്ടും, അതിലൊരു സംശയമൊന്നുമില്ല. എങ്ങനെ പൊട്ടും എന്നറിഞ്ഞാൽ മതി. അടിപൊളി. അയ്യോ, മാറി നിന്നേക്കാം. ഗ്ലാസ് പൊട്ടി ഫുള്ള് താഴെ വീണെങ്കിലും അതിൻ്റെ കത്തുന്നത് സ്റ്റോപ്പായില്ല കേട്ടോ. എന്നെ പുകയാന്ന് കണ്ടില്ലേ, അങ്ങോട്ട് നോക്കത്തില്ല. കണ്ണടിച്ചു പോകുന്ന പോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ എങ്ങനെയാണ് തെർമൈറ്റ് റിയാക്ഷൻ ചെയ്യുന്നത് കണ്ടില്ലേ. ഈ പാത്രത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ, ഈ പാത്രം ഫുള്ളിങ്ങനെ തുളഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ ചാടി. ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന ഇതൊരു ഇടിയപ്പ പീച്ച കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലെ ചില്ലായിരുന്നു ഇത്. അപ്പോൾ അതിൽ ഒരു പീസ് ഇങ്ങനെ ഇരുമ്പിങ്ങനെ ഉരുകി പിടിച്ചിട്ടുണ്ട് കണ്ടേ. അത് ഏറെക്കുറെ ഉരുകി ഇപ്പുറത്തെ സൈഡിൽ വന്നു കണ്ട.
ഇപ്പുറ സൈഡിൽ വന്നുകൊണ്ട് അതിവിടെ വെൽഡ് ചെയ്തുപോലെ പിടിച്ചു പോയി, ഇവിടെ നിന്ന് അനങ്ങുകയില്ല. അങ്ങനെ ഫുള്ള് ഉരുകി ഒരു കുളമായി ഒരു പാത്രം. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പാത്രമായിരുന്നു, മീൻസ് ഇടിയപ്പ ആയിരുന്നു. അത് ഈ കൊലമായി. അപ്പോൾ എത്ര ചൂടുള്ള റിയാക്ഷൻ എന്ന് മനസ്സിലായില്ലേ ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തെർമൈറ്റ് റിയാക്ഷൻ ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെ എങ്ങനെയാണ് തെർമൈറ്റ് റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു. അപ്പോൾ ഇതാരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാണ്ടിരിക്കുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ഭയങ്കരമായിട്ട് കത്തി തീയും പുകയൊക്കെ വന്ന് ഉരുകിയ ഇരുമ്പൊക്കെ എന്തും ചാടി വരുന്ന ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. അതുകൊണ്ട് ആരും തന്നെ ട്രൈ ചെയ്യാണ്ടിരിക്കുക, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി +1 +2 പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ സ്കൂളിൽ ടീച്ചർമാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ, മീൻസ് കെമിസ്ട്രി ടീച്ചറിനോട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലാബിൽ ഇപ്പോൾ കാണിച്ചു തന്നേക്കാം ഈ റിയാക്ഷൻ എങ്ങനെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വേറൊരു പ്രൊജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.